വിജയ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഗസ കഴിഞ്ഞു. ഗസ സമ്പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അതിന് അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകളൊക്കെ പറയുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് കയറാനായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വെസ്റ്റ് ബാങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങൾ എങ്ങനെ കാണും എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യമാണ്. കാരണം ഫലസ്തീൻ്റെ ഭൂരിഭാഗം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കാണ്. അവിടെയാണ് യഥാർത്ഥ ഫലസ്തീൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്കിനെ പിളർത്താനുള്ള ഒരു ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വലിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ, എസ്പെഷ്യലി ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ഭയം ലോകരാജ്യങ്ങൾക്കുണ്ട്. കാരണം ഇസ്രായേലിനോട് ചില മുസ്ലിം രാഷ്ട്രങ്ങൾ ഇപ്പോൾ അനുഭാവപൂർവ്വം പല കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലും നിലയ്ക്കും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇസ്രായേൽ സമ്പൂർണ്ണമായും ഒറ്റപ്പെടും. കഴിഞ്ഞ തവണ നമ്മുടെ അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ സപ്പോർട്ട്, അതുകൂടെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഇസ്രായേലിന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് ഇന്ത്യയും സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് കയറുമ്പോൾ ആ സപ്പോർട്ട് ഉണ്ടാകുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. എങ്ങനെ ഭവിക്കും ഈ വെസ്റ്റ് ബാങ്കിലേക്കുള്ള ഇവരുടെ കടന്നു കയറി തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉടനെ തന്നെ അത് പിളർത്താനുള്ള ശ്രമം നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അല്ല, കടന്നു കയറുന്നല്ല, ഒരു ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ വാർത്തയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇന്ന് എടുക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. ഈ ജെറുസലേം എന്ന് പറയുന്നതാണല്ലോ ഒരു പുണ്യ, യഹൂദന്മാരെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുമൊക്കെ ജെറുസലേം ഉണ്ട്, ബെത്ലഹേം ഉണ്ട്, ഇതെല്ലാം അവിടെയൊക്കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അത് വെസ്റ്റ് ബാങ്കിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് മതങ്ങളുടെയാണ്. ഇതൊരു മതയുദ്ധമായി മാറുമെന്നുള്ള യാതൊരു തർക്കവും വേണ്ട. ശരിക്കും പറഞ്ഞാൽ 1967 കിഴക്കൻ ജെറുസലേം ഇസ്രായേൽ നൽകിയിരുന്നതാണ്. പിന്നീട് അത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാ ഐക്യരാഷ്ട്ര സഭയും മറ്റുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവരുടെ അവിടുത്തെ ഇനി അങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് മേഖലയാക്കി അവിടെ ഇട്ടിരുന്നു. അന്നും ഇവര് അവിടെ ഒന്ന് കുടിയേറാൻ വേണ്ടിയിട്ട്, അതായത് കുടിയേറ്റക്കാരായ ജൂതന്മാരെ അവിടെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമം നടത്തിയിരുന്നു. അത് പക്ഷേ പതിറ്റാണ്ടുകളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് അവർ തന്നെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവർ പറഞ്ഞത് വീരത്തോട് കൂടി തന്നെ അത് നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഈവൻ മേഖല തൊട്ട് ജെറുസലേമിന് സമീപമുള്ള ഈവൻ സെക്ടറിൽ 1200 ഭവന യൂണിറ്റുകൾ, വീടുകൾ ഉടനെ നിർമ്മിക്കുകയാണ്. ടോട്ടൽ 3400 വീടുകളാണ് ഇവിടെ നിർമ്മിക്കാൻ അവർ ഒരുങ്ങുന്നത്. കാരണം ഈ കുടിയേറ്റ ജൂതന്മാരെന്ന് പറയുമ്പോൾ ഈ ലെബനനിൽ നിന്നും മറ്റുമൊക്കെ വന്ന 60,000-ഓളം കുടിയേറ്റക്കാരുണ്ട്. ഈ തെക്കൻ ലെബനിൽ നിന്നൊക്കെ മറ്റേ യുദ്ധകാലത്ത് ഓടി വന്നവരാ. അവരെ തിരിച്ച് ലെബനനിലേക്ക് തന്നെ കൊണ്ടുപോയി പാർപ്പിക്കുക എന്നാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അപ്പം എങ്ങനെയുള്ള ഈ ജൂത കുടിയേറ്റക്കാരെ വെസ്റ്റ് ബാങ്കിൽ കാലങ്ങളായിട്ട് ഇസ്രായേൽ കൊണ്ട് പാർപ്പിക്കാറുണ്ട്. അവർ പോലീസിനെയും കൊണ്ടിടാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി അതിനെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് അവിടെ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് ഇവരെ അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. കിഴക്കൻ ജെറുസലേം മുതൽ വെസ്റ്റ് ബാങ്ക് വരെയുള്ള ഒരു ജൂത കുടിയേറ്റക്കാരുടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുക. അതായത് സമ്പൂർണ്ണമായിട്ട് അവിടെ ജൂതന്മാരെ കൊണ്ടുവന്നിട്ട് അവരുടേതായ ഒരു ഏരിയയാക്കി മാറ്റുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം, അതായത് ഇവർക്ക് വേണ്ട ഒരു ഭാഗമുണ്ടല്ലോ, ഇവരുടെ പ്രധാനപ്പെട്ട ദേവാലയം, ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ ദേവാലയം അക്സ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഇവിടം വരെ എത്തിക്കുക. ഇവിടം വരെ എത്തിച്ചതിന് ശേഷം അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ധനുഷ് പറഞ്ഞതൊക്കെ പാലസ്തീന് പിന്നെ ഒരു പ്രസക്തിയില്ല. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പിന്നെ പാലസ്തീൻ ഒരു രാജ്യമെന്ന് പിന്നെ പറയാനായിട്ട് നിവൃത്തിയില്ല സാഹചര്യം. പക്ഷെ ഈ ഒരു നീക്കമായിട്ട് ടെൻഡറാണ് വിളിച്ചിരിക്കുന്നത്, വീട് പണിയാൻ ടെൻഡർ. ഇതിനെതിരെ ഇപ്പം ജർമ്മനി, ബ്രിട്ടൻ, കാനഡ, ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം ഇപ്പൊ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഇസ്രായേൽ ഇതിൽ നിന്ന് പിന്മാറണം. മുമ്പ് ഇവരെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് നിർത്തിവെച്ചിരുന്നത്. മുമ്പ് ഇവരെല്ലാം നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ എന്ന് അവരിപ്പോൾ ഒരു തിട്ടൂരം ഇറക്കിയിട്ടുണ്ട്. അതായത് ഒരു അവസാന യുദ്ധത്തിന് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റ് തയ്യാറെടുക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഈ ഇവരുടെ ബൈബിളിലും മറ്റുമൊക്കെ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് ചില ഈ മത നേതാക്കളും മറ്റുമൊക്കെ പറയുന്നത്. അവിടെ യൂട്യൂബിലും മറ്റും കണ്ടുള്ള അറിവേ എനിക്കുള്ളൂ. അപ്പം അവരങ്ങനെയാണ് പറയുന്നത്. ഏകദേശം അത് ശരിയാണെന്ന് തോന്നിപ്പോകും ഇത് കാണുമ്പോഴത്തേക്കും. കാരണം ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഒരു മൂവ്മെന്റ് നടന്നാൽ സ്വാഭാവികമായും തനിഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം എല്ലാം മറന്ന് ഒറ്റക്കെട്ടായിട്ട് ഇസ്രായേലിനെതിരെ തിരിയും. യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. ഇവിടെ ഇന്ത്യ അവിടെ ഇവിടെ എന്നും നിഷ്പക്ഷമാണല്ലോ. നമ്മൾ ന്യൂട്രൽ അടിച്ച് നിൽക്കാനേ സാധ്യതയുള്ളൂ. നമ്മൾ എങ്ങും അതിൽ പെടാനുള്ള സാധ്യതകളില്ല. നമ്മുടെ ഒരു നയം തന്നെ ശരി. ഹോസ്പിറ്റൽ പണിയുന്നുണ്ട്. അല്ല, അത് ഈ അവിടുത്തെ സമാധാനം നമ്മൾ പോയായിരുന്നല്ലോ പണ്ട്. നമ്മുടെ ഈ ട്രംപിന്റെ ഒരു ഗസ സമാധാന കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് നമ്മുടെ മന്ത്രിമാരൊക്കെ പോയിരുന്നു അവിടെ. ആ കമ്മിറ്റി വലിയ റോളൊന്നും നമ്മൾ അതിനകത്ത് എടുക്കുന്നില്ല. പക്ഷെ അവിടെ നമുക്ക് പാലസ്തീന് നമ്മൾ മുമ്പ് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്.
മെഡിക്കൽ സഹായങ്ങളൊക്കെ അത് പണ്ടോട്ടേ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം. അത് പുതുമയൊന്നുമില്ല. അവിടുത്തെ കുട്ടികൾക്ക് ഉള്ള മരുന്ന് ഇത് നമ്മൾ എവിടെയാ സഹായിക്കാത്തത്? തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയ രാജ്യം നമ്മളാ. ഓപ്പറേഷൻ ദോസ്ത് നമ്മളാണ് അവിടെ എത്തിയത്. ശ്രീലങ്കയിൽ നമ്മൾ എത്തിയില്ലേ അവിടെ ദുരിതം വന്നപ്പോൾ? എല്ലായിടത്തും നമ്മൾ തന്നെ എത്തുന്നത്. അപ്പൊ അത് ആ രീതിയിൽ കണ്ടാൽ മതി. ഇതിനകത്ത് പിന്തുണയുടെ, കാരണം നമ്മൾ ഐക്യരാഷ്ട്രസഭ നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ളത് ഇന്ത്യയുടെ നിലപാടാണ്. സ്വതന്ത്ര പാലസ്തീൻ, അതിനകത്ത് നമ്മൾ ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാനും പോകുന്നില്ല. അപ്പൊ ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ അതിക്കൊണ്ട് തലയിടേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഇപ്പൊ ഇറാനും അമേരിക്കയും തമ്മിലുള്ള കോംപ്രമൈസിൽ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, പാകിസ്ഥാൻ കണ്ടില്ലേ ഇടയ്ക്ക് നിൽക്കുന്നു, ഇന്ത്യക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പൊ എന്തായി? പാകിസ്ഥാൻ എവിടെ അടി നിർത്തിയ? യുദ്ധമെല്ലാം തീർന്നില്ല. ഇതെന്ത് പറ്റുമായിരുന്നു? നരേന്ദ്രമോദി എന്ന് ഇടപെട്ടിരുന്ന ചോദിക്കും, മോദിയല്ലേ ഇടപെട്ട് പറ നിർത്താൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സുഡാപ്പികളൊക്കെ ഇളകിയാന്. നമുക്ക് ബുദ്ധിയില്ല. വല്ല പ്രശ്നത്തിലൊന്നും തലയിട്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും തലയിടാറുണ്ടോ? ആരും ഇടാറില്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആരെങ്കിലും വന്നിരുന്നു? ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ആരെങ്കിലും പിന്തുണയായിട്ട് വന്നിരുന്നു? 2 ദിവസം കഴിയുമ്പോൾ മുക്കിയും മൂളിയും ഒക്കെ സൗദിയും മറ്റുള്ള രാജ്യങ്ങളും ഒക്കെ അത് ശരിയായില്ല എന്ന് പറയുകയും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇവിടെയും പാകിസ്ഥാനിലും ഒക്കെ പോവുകയും സൗദിയിൽ നിന്നുള്ള അവരുടെ മന്ത്രി ഇവിടെ എത്തുകയും പാകിസ്ഥാനിൽ എത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിലൊന്നും കഥയൊന്നുമില്ല. ഇസ്രായേലിന് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ വെസ്റ്റ് ബാങ്ക് പിടിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ സ്വപ്നം പൂമണിയാണ്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നതിന്റെ ഒരു സ്വപ്നം. കാരണം അവരിപ്പോൾ ലെബനന്റെ തെക്കൻ ഭാഗമൊക്കെ കണ്ട് ഒഴിപ്പിച്ചെടുത്തിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഈ ആളുകളെ കൊണ്ട് പാർപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മൈനും മറ്റുമൊക്കെ വെതറിയിരിക്കുന്നത് അതൊക്കെ നീക്കം ചെയ്യാൻ തന്നെ കാലങ്ങളെടുക്കും. ഗസയിലേക്കും വലിയ ആളുകളെ കൊണ്ട് താമസിപ്പിക്കുക ഇപ്പോൾ വലിയ പാടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഇങ്ങോട്ടേക്ക്, ഇത് നേരത്തെ തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നേ ഉള്ളൂ. പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തവണ പഴയതുപോലെ ആകില്ല, ഇതെല്ലാം തിരിയും. 14 അറബ് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, ഇവരെല്ലാം ഇസ്രായേലിന്റെ നേർക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഇവിടെ പെട്ടുപോകുന്ന ഒരു രാജ്യം അമേരിക്കയായിരിക്കും. അവർക്കിതിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു പിടുത്തവും ഉണ്ടായില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഒരു ഖനിയാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ എണ്ണയും പിണ്ണാക്കും കച്ചവടം ചെയ്യുക എന്നുള്ളതും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കുക എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള അവരുടെ ഒരു ട്രഷറാണ് ഈ പറയുന്ന GCC രാജ്യങ്ങൾ. അപ്പൊ അവർ കൂടി തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വേണം ധനുഷ്യ നമ്മൾ ഈ അറബ് നാറ്റോയും കൂടെ കാണാൻ. ഇസ്ലാമിക നാറ്റോ ഇപ്പൊ രൂപീകരിച്ചില്ലേ, അങ്ങനെ കാണണം. കാരണം അമേരിക്കയുടെ ഇനി വലിയ സഹായമൊന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകില്ല. കാരണം അമേരിക്കയ്ക്ക് ഇടപെടാതിരിക്കാനും കഴിയില്ല, ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ കഴിയും, ആരും ചോദിക്കാനും പറയാൻ വരത്തില്ല നിങ്ങൾ എന്താ ഇടപെടാത്തെന്ന് വെച്ച്. പക്ഷെ അമേരിക്കയുടെ സംഭവം അങ്ങനെയല്ല. ഇടപെട്ടാലും പ്രശ്നമാണ്, ഇടപെട്ടില്ലേലും പ്രശ്നമാണ്. ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനെ കാണുന്നത് ഒരുപക്ഷെ ഇവരുടെ ഈ ഇതിലൊക്കെ പറയുന്നത് പോലെ അവസാനത്തെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കുന്നു. കാരണം റഷ്യ ഒരു സൈഡിൽ തക്കം പാർത്തിരിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു ചാൻസ് റഷ്യ മുതലെടുക്കുകയും ഇറാൻ ഈ സമയത്ത്, കാരണം ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. കാരണം കടുത്ത സാമ്പത്തിക ഉപരോധം വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇനി രക്ഷയില്ല. ഇനിയിപ്പോ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ, ചിഹ്നം ഭിന്നം വാരി വലിച്ചിട്ട് അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവർ പറഞ്ഞു കഴിഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന്, കാരണം ഈ കഠിനമായ ഉപരോധം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, അവർക്കൊരു മരുന്ന് പോലും എത്തിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പൊ നമ്മുടെ രാജ്യം ഇറാന് ഇപ്പൊ അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പേര് ഒരു മരുന്ന് പോലും എത്തിക്കാൻ കഴിയില്ല. അവരെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഉപരോധം നേരിടേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ചൈന ഇതെല്ലാവർക്കും വലിയ പ്രശ്നം ചെയ്യും. കാരണം അവർ ഒറ്റപ്പെടുക. നമ്മളെന്താ മലയാളത്തിൽ ഇവിടെ ഇല്ലേ ഊരുവിലക്കിനേക്കാൾ കഷ്ടമായിട്ടൊരു സാധനമാണ് ഈ സാധനം. അപ്പൊ പിന്നെ അവർക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, ചലനം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കുറച്ചുകൂടി വൈഡാകാനും ഇസ്രായേലിൽ എന്തായാലും അവരുടെ ആ ഒരു നീക്കത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഈ 3400 വീടിനാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. അതിൽ 1200 വീട് ഇപ്പൊ പണിയുന്നു, ബാക്കിയുള്ള വീട് പിന്നെ പണിയുന്നു. അങ്ങനെയാണ് അതിന്റെ ഇത്. അപ്പോൾ ഈ അവരാ നീക്കവുമായി മുൻപോട്ട് പോവുകയും ഒപ്പം തന്നെ ഇറാനും റഷ്യയും ഒക്കെ ഇപ്പോഴത്തെ നിലപാടുമായി മുൻപോട്ട് പോവുകയും ചെയ്താൽ സ്വാഭാവികമായി കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും മധ്യഭാഗത്തു നിന്നുമൊക്കെ വലിയ സംഘർഷം തന്നെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ ഇന്ത്യയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇതിനകത്ത് എവിടെ റോൾ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ, കാരണം ഇസ്രായേലുമായി അടുത്ത ബന്ധമുണ്ട്, മിഡിൽ ഈസ്റ്റുമായിട്ടും ബന്ധങ്ങളുണ്ട്, റഷ്യയുമായും ബന്ധമുണ്ട്, ഇറാനുമായും ബന്ധമുണ്ട്. അങ്ങനെ എല്ലാവരുമായും നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ ഇനി വരാൻ പോകുന്നത് ഇനിയിപ്പോ അവിടുന്ന് എണ്ണയും മറ്റു കാര്യങ്ങളും മാത്രമല്ല, ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ചരക്ക് ഗതാഗതം, എണ്ണ മാത്രമല്ലല്ലോ ചരക്ക്, മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും എല്ലാം തന്നെയുണ്ട്, വസ്ത്രങ്ങളും ഒക്കെ, ഇതെല്ലാം നിന്നു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ നീങ്ങും. പക്ഷെ ഇന്ത്യക്ക് ഒരു യുദ്ധത്തിലും വേറെ ഏത് രാജ്യമായിട്ടുള്ള യുദ്ധത്തിലും ഇന്ത്യക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മൾ സ്ഥിരം പറയുന്നതൊക്കെ ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കും. അപ്പൊ ചോദിക്കും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ചർച്ചയിലൂടെയാണോ പരിഹരിച്ചതെന്ന് വെച്ചാൽ, ചർച്ച ചെയ്തിട്ടും അത് നടക്കാതെ വരുമ്പോൾ അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. അപ്പൊ ഏതായാലും ഇന്ത്യയും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, ലോകരാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു. മൊത്തത്തിൽ ഇത് 2026 ഇനി മോദി പറഞ്ഞതുപോലെ ഈ പതിറ്റാണ്ട് യുദ്ധങ്ങളുടെ പതിറ്റാണ്ടാണോ സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അതും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ നോർവേയിൽ വെച്ചാണ് അദ്ദേഹം അത് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം വരുത്തുന്ന ഫലം എന്ന്. കാരണം ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലും ബില്ലിലും അടുക്കാത്തൊരു ഭരണാധികാരിയാണ്. ഒരു സ്ട്രോങ് ആയിട്ടൊരു ഒരു 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 വ്യക്തി, അല്ലാതെ ഒരു അരകുഴമ്പനല്ല. പ്രത്യേകിച്ച് ട്രംപിനെ പോലല്ല രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ടൊന്നും പറയുന്നൊരു രീതിയൊന്നും പുള്ളിക്കില്ല. പുള്ളി ഒരു കാര്യമായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യ അവസാനം കാണുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം. ഏതായാലും വരും ദിവസങ്ങളിൽ വെസ്റ്റ് ബാങ്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറയാൻ പോകുന്ന ഒരു കാര്യം. കാരണം വെസ്റ്റ് ബാങ്ക് എന്ന യുദ്ധം എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, അവിടെയാണ് നമ്മൾ ഈ പോയിന്റ്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. കുരിശ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ മതങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടാൻ പാടാണ്. രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല. രാജ്യങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ ഒരു നിയമവും കാര്യങ്ങളും ഉണ്ട് എവിടെങ്കിലുമൊക്കെ. ഇത് മതം തലയ്ക്ക് കയറി ഒരു സൽമാൻ റഷീദ് ഇല്ലെങ്കിൽ മറ്റേ പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചതിലൊക്കെ എത്രയോ രാജ്യങ്ങളിൽ മാസങ്ങളോളം നീണ്ടുനിന്ന കലാപങ്ങളും ഒരുപാട് പേരുടെ മരണത്തിനിടെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും പവിത്രതയോടെ ഇസ്ലാമികൾ കാണുന്നതും ക്രിസ്ത്യാനികൾ കാണുന്നതും യഹൂദന്മാർ കാണുന്നതുമായിട്ടൊരു ദേവാലയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നീക്കങ്ങളുമൊക്കെ എത്രത്തോളം ഭയാനകമായിരിക്കും, ഏത് രീതിയിലുള്ള യുദ്ധത്തിലേക്കാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ.